ഇത് കൊള്ളാലോ, സെറ്റപ്പ് ആയല്ലോ അല്ലേ? ഞാൻ കാരണം നാലിട്ട ആളാ, ഇപ്പൊ വലിയ നിലയിലാ, കണ്ടല്ലേ? ആ നാളെ കൂടി ശരി, വലിയ നിലയിലാ, വെട്ടിക്കട. മോനെ കണ്ണ ഷംസു, നമസ്കാരം. ശ്രീജ, എല്ലാരും പോയി ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റുള്ള കടയാണ്. സുധാരണ നിൽക്ക്, ഒരു പോയി കഴിക്കട്ടെ. സുഖല്ലേ സഖാവേ? ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ കീറിയവന്റെ ബാക്കിൽ പാഞ്ഞത് നമ്മളെ രണ്ടാണ്. ഓൻ എന്നിട്ടൊരു വേലിയും കീഞ്ഞു തുള്ളി കോലുകൊണ്ട് വയറ് കീറിയപ്പോ അത് ഏറ്റെടുത്തത് ഞാൻ ഒറ്റയ്ക്ക്. നിന്റെ ഒരൊറ്റ ആളുടെ ബിൽഡപ്പിന്റെ പുറത്താ ഞാൻ ഇത്രയും നാളെ ഒളിവിൽ പോയത്. എന്നിട്ട് നീ ഇപ്പൊ ലോക്കൽ സെക്രട്ടറി, നിന്റെ ഓൾക്ക് സഹകരണ ബാങ്കിൽ പണി. എന്നിട്ട് എന്നോട് സുഖമാണോന്നല്ലേ? അല്ല സഖാവേ, സഖാവെന്ന് പറയുമ്പോ ഇപ്പോഴും ഒരു ആവേശാണ്. ഹോസ്റ്റല്ലേ ഹോസ്റ്റല്ലേ? സഖാവ് ആർസി വിളിച്ചത്ര മുദ്രാവാക്യെന്നു കടമ്പേരി ആരും വിളിച്ചിട്ട. നീ കത്തി വെച്ചോ കോഴിക്കെട്ടോ? ഇപ്പൊ പാർട്ടിക്കൊരു ആവശ്യം വന്നപ്പോ ഈ ആർസി തന്നെ വേണ്ടി വന്നില്ലേ? സഖാവേ, പറ്റുവാണെങ്കിൽ ആ പെൺകുട്ടിനെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? അതിനെന്താ കണ്ണ? നാളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിനക്കോളെ കണ്ടോണ്ടിരിക്കാലോ. കല്യാണോ? ആ രാവിലെ 10-നും 10:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നിങ്ങളുടെ കല്യാണമല്ലേ? ഞാൻ കല്യാണത്തിനൊന്നുമില്ല. അമ്മയോട് ചോദിക്കണ്ടേ? നാരായണിയേട്ടിയോടൊക്കെ ഞാൻ പറഞ്ഞോളാം. വെറ്റ് തീരാഞ്ഞ് 2 ദിവസം കൂടെ ഉള്ളൂ. നാളെ രാവിലെ കല്യാണം. ഞാൻ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നിനക്കുള്ള കുപ്പായം വരെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. മോനെ കണ്ണ, നീ വാ. വാ 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 വാ. പാട്ട് കഴിഞ്ഞിട്ടുള്ളടാ എനിക്ക് എന്ത്. ഇല്ല, റെഡി ആയിട്ടു. ജനറൽ ബർത്ത് ആയിട്ടാ. നമ്മുടെ സ്ഥലത്തി ഇറക്കിക്കോ ഇറങ്ങിക്കോ, എല്ലാരും ഇറങ്ങിക്കോ. ഇറങ്ങ 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 ഇറങ്ങ. ശ്രീജയ, നമ്മുടെ സ്ഥലം നീ ആർസി നിന്ന് വിളിക്ക്. സാമാനെല്ലാം തട്ടി വേഗം വേഗനോടി. ഹലോ, ആർസി, ഞങ്ങളിവിടെ താഴെത്തി. എത്തിയോ? എവിടെ? ഞാൻ വരുന്നു. സുധാര, നിങ്ങൾ ഏടെയായിരുന്നു? മുഹൂർത്തത്തിന് സമയമായി. കൊള്ളാല കാര്യമൊക്കെ പിന്നെ പറഞ്ഞ. ഒരു കാര്യം ചോദിക്കാം, എനിക്ക് ഒന്നും അവളൊന്ന് കാണാൻ പറ്റും? ഒരു ധൃതി. കല്യാണം കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് കാണാലോ. എന്റെ കണ്ണ, നീ ഭാഗ്യവാനാണ്. ഈടെ എങ്ങും ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു പെണ്ണില്ല. പിന്നെന്തോ കിടെ പറിച്ചതിനെ കിട്ടാത്ത? ചോദിക്ക്. ഓള ജാതകത്തിന് ചെറിയൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? വലുതായി കഴിഞ്ഞ ഓളുടെ അച്ഛനും കല്യാണം കഴിഞ്ഞ ഓളുടെ ചെക്കനും തട്ടിപ്പോകുന്നു. വലുതായി കഴിഞ്ഞപ്പോ ഓളുടെ അച്ഛനപ്പ തന്നെ തട്ടിപ്പോയി. ഈ പേടിക്കണ്ട. ഓള ജാതകത്തില് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. 3 മലയും കടന്നു വരുന്നൊരു പുരുഷനാണ് ഓളെ കല്യാണം കഴിക്കുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ പിന്നെ ഓൾക്കും ആ പുരുഷനും വെച്ചടി കയറ്റായിരിക്കും. ഈ കയറ്റം പോലെ. പിന്നെ ഞാൻ പോയിട്ട് പെണ്ണെ വിളിച്ചിട്ട് തരാം. പറ്റുവാണെങ്കിൽ അവളെ പേരെങ്കിലൊന്ന് പറയോ? യമുന. ഇതെന്ന് പെണ്ണിന്റെ പാവാട മാത്ര ഉണക്കാൻ കൊണ്ടുപോകുന്നയാ. അപ്പൊ പെണ്ണ് എടുത്തു. മറക്കൂല. മറക്കരുത്. പിന്നെ നീ പെണ്ണിനെ നല്ലോണം നോക്കണം കേട്ടാ, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കണ്ട കുടുംബസ്നേഹി. ഒന്ന് വിളിക്ക. യമുന മോളെ വാ. കണ്ട വിളിച്ച അപ്പം വരും. ഒരു കാര്യം പറയാം. പോയോ കണ്ണ? അതെ സുധാര, ആ കേസിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്കിയേക്കണേ. ഒരു വക്കീലിനെ വെക്കണേ. ശരി. ആ പാർട്ടി വക്കീൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പാർട്ടി വക്കീലാന്നാ? അപ്പൊ ഇത് ഈ അടുത്തൊന്നും ഊരാൻ പറ്റില്ല. ലാൽ സലാം.
വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന്റെ നല്ല സങ്കടം ഉണ്ടല്ലേ? തിരക്ക് പിടിച്ച കല്യാണമായോണ്ട് അധികം സംസാരിക്കൊന്നും പറ്റിയില്ല. യമുന, നല്ല പേര്. സുധാര നോക്കിയ ബാള് 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 ഒരു നാരകം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ തലയിൽ കൊടുക്കാം. നീ ഇങ്ങോട്ട് മാറിയിരിക്കും. ആ വെള്ളം നമ്മള് ഛർദിക്കുന്നുണ്ടാ? കുറച്ച് വെള്ളം നോക്കട്ടെ. വീട്ടിൽ നോക്കിയാ കുഴപ്പമില്ലടാ, കുഴപ്പമൊന്നുമില്ല. പേടിക്കണ്ട പേടിക്കണ്ട. ആ യാത്ര വേണ്ടിയാ, വേറെ ഒന്നല്ല, പേടിക്കണ്ട. അങ്ങനെ തന്നെ വണ്ടി കയറി അപ്പ കുപ്പിതാ, കുഴപ്പമൊന്നുമില്ല. മോളെ ക്ഷീണുണ്ടാ? ഛർദിക്കാൻ വരുന്നുണ്ടായിരുന്നു? എണീക്ക് വാ, എടുത്തി എന്തുറക്കാത്. ഈ കൈ പിടിച്ച് നടത്തെല്ലാം കുറച്ചു നാളെ ഉണ്ടാവുള്ളൂ. ഇല്ല സീജേ? അവേ ഇതാ കുട്ടി കാൽ തൊട്ട് വലുത് കാല് വലുത് കാല്. എന്താ കണ്ണാ, ഇവക്ക് നാട്ടില് കൊറേ സ്വത്തെല്ലാം ഉണ്ടാ? നല്ല ചോദ്യം. സ്വത്ത് ഉണ്ടോന്നാ? പട്ട, ഗ്രാമ്പ്, ഏലക്ക, കാപ്പി, ജീരകം, സാജീരകം, മൊത്തം ഗരം മസാല ഉണ്ടാക്കുന്ന മൊത്തം സാധനത്തിനുള്ളുണ്ട്. പേരെന്നാ മോനെ? ഓളെ പേര് നദികളിൽ സുന്ദരി യമുന. നല്ല പേര്. എന്തല്ല അമ്മയും തമ്മിപ്പോയി കുടിക്ക്. ഒന്നുമില്ല. എന്താട് സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടേരി. ചെറിയൊരു പ്രശ്നമുണ്ട്. മെയിലെന്താ വന്നിട്ട് രാജസ്ഥാനിൽ. നീ പെട്ടെന്ന് വാ. ഞാൻ ഓളെ വീട്ടിൽ ഇപ്പോഴൊന്നും വരാൻ പറ്റൂ. എടാ നിന്നെയും കൂട്ടി വരാനാ പറഞ്ഞത്. നീ പെട്ടെന്ന് പെട്ടെന്ന്. അമ്മ ഞാനേ ചെറിയ അത്യാവശ്യം, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരേ. സാരല്ല മോളെ, ഇപ്പൊ വരും കേട്ടാ. നിങ്ങൾക്കെതിരെ രാജസ്ഥാനിൽ ഒരു മെയിൽ കിട്ടിയിട്ടുണ്ടല്ലോ. രാജസ്ഥാനിൽ മേലോ? ആ, നിങ്ങളുടെ വീട്ടിലൊരു പശു ഉണ്ടായിരുന്നില്ലേ? അതിന് നിങ്ങൾ കൊന്ന് ലൈവ് ഷോ നടത്തി നാട്ടുകാർക്ക് ബിരിയാണി വെച്ച് കൊടുത്തുന്നാണല്ലോ പരാതി. പരാതിയോ? സാറേ, ഞാൻ പശുവിനെ പോലും ഒരു പട്ടിനെ പോലും കൊന്നിട്ടില്ല. എനിക്ക് പേടിയാ. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ പയ്യ കൊടുത്തിടോ? സാറേ, നമ്മളെ വീട്ടിലൊരു പശു ഉള്ളത് ശരിയാ. അതിനുള്ളപ്പം കൊണ്ടുപോയി മറ്റേ പളനിക്ക് മുട്ട അടിക്കാൻ വേണ്ടിട്ട്. പഴനിക്ക് മുട്ട അടിക്കാനാ? അതും പയ്യനും കൂട്ടി? സാറേ, സംഭവം എന്താന്ന് വെച്ചാല് ഇവന് ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു ഇളയപ്പനുണ്ട്. പശുവിനും കൂടി നാട് വീട്ടിലാണ് പരിപാടി. ഈ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നോണ്ട് ഞങ്ങൾ അത്ര കാര്യമാക്കലൊന്നുമില്ല. പിന്നെ ഇവന്റെ നിശ്ചയത്തിന്റെ കാര്യമാണെങ്കിൽ അന്നവിടെ ചിക്കൻ ബിരിയാണിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സാർ. അതൊക്കെ വെറുതെ ആളുകള്. സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ ഈ കേസൊക്കെ ഗോവധ നിരോധന നിയമത്തിൽ പെടുന്നതാണ്. മനസ്സിലായോ? ഇത് തെളിഞ്ഞാൽ 5-6 മാസം പോയി കിടക്കേണ്ടി വരും. എന്തേ സാർ, ഇവന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതേ ഇല്ലൂ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ആ, ഇതല്ലേ നല്ല സമയം. ഓളുടെ മാലയോ വളയോ ചോദിച്ചു നോക്ക്. ഇപ്പൊ ചോദിച്ചാ കിട്ടും. സാറേ, ഞങ്ങളത് നോക്കട്ടെ. ശരി. പ്രഭാകര, 10ന്റെ പൈസ ഞാൻ ഇയാൾക്ക് കൊടുക്കൂലട്ടോ. ചെയ്യാത്ത കാര്യത്തിന്. നീ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുന്ന കണ്ണാ നല്ലത്. SI ഓരുടെ പാർട്ടിക്കാരനാണ്. രാജസ്ഥാനിൽ നിന്നൊരു മെയിൽ വന്നു എന്നുള്ള കാര്യം സത്യമാണ്. ഉറപ്പ് ഇത് ഐറ്റിങ്ങളുടെ പണി തന്നെ. ഇന്ന് പോ പ്രകാര. രാജസ്ഥാൻ ഇവിടെ ദൂരെ നിന്ന് ട്രെയിൻ വരുമ്പോൾ ടാറ്റ കാണിക്കുന്ന ടീം സാമാർക്ക് രാജസ്ഥാനിൽ ഒരു പിടിയുമില്ല. ഇത് വേറെ ഏതോ വഴിക്ക് വന്ന പണിയാ. അതെനിക്ക് ഉറപ്പാ. എന്നാലും പൈസക്ക് എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നത്. അയ്യോ കണ്ണ, വേറൊരു കാര്യമുണ്ട്. ഓള് വീട്ടിൽ കത്തിരിക്കും. പെട്ടെന്ന് പോകാൻ നോക്കണം. അല്ലേ? ഓ, ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? കൊച്ചു കള്ളല്ലേ? കാലക്കണം. ചെല്ലി ചെല്ലി ഇവിടുത്തെ കാര്യം ഞാൻ നോക്കാം. ഇപ്പൊ ഡീലാണ്. ആർട്ടിന്റെ റിസർവ് ബാങ്ക്.
പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 എട്ടെടുത്തു. ഇത്രയും നേരം ഇടണ്ടായിനി ഏട്ടനെ കാത്തിട്ട്. ഇപ്പൊ കുളിച്ചിട്ട് അവിടെ കിടന്നിട്ടേ ഇല്ലു. എന്തോ ബേജാറുണ്ട് ഏട്ടാ. വീട്ടിൽ നിന്ന് മാറിയെന്നെ ആവും. ഇനി കുളിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ. ആയി. ക്ഷീണിച്ചുറങ്ങായിരിക്കും. യമുന 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 എനിക്ക് ബാ നല്ല ക്ഷീണിച്ച് ഉറങ്ങിപ്പോയല്ലേ. ചെറിയ ഗിഫ്റ്റ് ഇഷ്ടമായ ರೀ ನೀವು ಬಂದ್ರ ನಾನು ಎಷ್ಟು ಹೊತ್ತಿಂದ ಕಾಯ್ತಿದ್ದೇನೆ ಗೊತ್ತಾ. ಕಾಯ್ತಾ ನಿದ್ರೆ ಬಂತು. ಇಷ್ಟರ ತನಕ ಇಲ್ಲಿ ತುಂಬಾ ಜನ ಇದ್ರು. ನಮ್ಮ ಅಮ್ಮ ತುಂಬಾ ಪಾಪ ಅಲ್ವಾ. ಅಲ್ಲಿ ನಾವೆಲ್ಲರೂ ಊಟ ಮಾಡಿ ನಿದ್ರೆ ಮಾಡುವ ಹೊತ್ತಾಯ್ತು. അമ്മേ അമ്മേ ഇവളെന്തല്ലേ പറയുന്നേ? ആ വന്നപ്പോ തൊട്ട് ഇതന്നെ. എന്ത് എനിക്കറിയാം അറബിയും തുളുവെല്ലാം. ഏട്ടന് മനസ്സിലായിട്ടില്ല? കന്നഡയാന്ന്. ಹೌದು